Hi, Namaste, welcome back viewers, welcome back to my channel Vintada. 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിലൂടെ നമുക്ക് മോർണിംഗിൽ തന്നെ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ കഴിയും. നമുക്ക് ഓപ്ഷൻസിൽ അപ്പോൾ ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കാതെ തന്നെ നമുക്ക് മോർണിംഗിൽ ട്രേഡിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മോർണിംഗിൽ ഏൺ ചെയ്യാത്തവർക്ക് നമുക്ക് ക്ലോസിംഗ് ലെവലിൽ നമുക്ക് 1 മണിക്കൂർ മുമ്പും നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഏത് മാർക്കറ്റിലാണെങ്കിലും ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺസോളിഡേഷൻ മാർക്കറ്റാണ്, അതായത് മാർക്കറ്റ് നല്ല ഫ്ലക്ച്വേഷനാണ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2 ഓഗസ്റ്റിലെ പെർഫോമൻസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗിൽ തന്നെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് സ്കാൽപ്പിങ്ങിൽ പക്ഷേ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് നേടി, അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിങ്ങിൽ ഇപ്പം ഒരു 2 മണിക്ക് ശേഷം 2:30ക്ക് ശേഷം വന്ന സെല്ലും നല്ല രീതിയിൽ നമുക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 25,000 പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നത് അപ്രോക്സിമേറ്റ് 2 മണിക്ക് ശേഷമാണ്. 2 മണിക്ക് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം സിഗ്നൽ തന്നു. 289 ബൈ പറഞ്ഞു, നമുക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് ആ എൻട്രി എടുത്തത് നമുക്ക് 309 വരെ പോയിട്ട് പിന്നെ ബാക്ക് ട്രേഡ് എടുത്ത് പിന്നെ 294 പിന്നെയും നമുക്ക് കയറി അപ്രോക്സിമേറ്റ് നമുക്ക് ആ ഒരു റേഞ്ച് 368 വരെ പോയിട്ടുണ്ട്. ഒരു 60 പോയിന്റ്സ് നമുക്ക് എന്തായാലും ഈ ഒരു റേഞ്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൽ ഇരുന്നില്ല, നമുക്കൊരു വിത്തിൻ ഹാഫ് അല്ലെങ്കിൽ 1 അവറിനുള്ളിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതിൽ എല്ലാ സിഗ്നലും വരുന്ന സക്സസ് ആവത്തില്ല. ഇതിൽ ആ മോർണിംഗ് ലെവലും ക്ലോസിംഗ് ലെവലും നല്ല സിഗ്നൽസ് നമുക്ക് കിട്ടാറുണ്ട്. ആ സിഗ്നൽസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ആക്ച്വലി 8.1 സ്ട്രാറ്റജി. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് ഇന്ന് നിഫ്റ്റിയുടെ ഇവിടുന്ന് മാർക്കറ്റ് സ്റ്റാർട്ടായി. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ക്ലോസിംഗ് ലെവലിൽ വന്ന സെൽ സിഗ്നൽ കണ്ടിന്യൂവേഷൻ പോയി ഗ്യാപ് ഡൗണിൽ ഇറങ്ങുകയാണ് ചെയ്തിരുന്നത്. റെഡ് കളർ ഡൗൺ ആരോ ആണ് സെല്ല്, ഗ്രീൻ കളറാണ് ബൈ. അപ്പോൾ ഇതിനകത്ത് ഗ്യാപ് ഡൗണിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്യുന്ന കൂടാണ്ട് നമുക്ക് കൺഫർമേഷൻ ലെവൽ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ പിടിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് മാർക്കറ്റ് തിരിച്ചു കയറി ഇവിടുന്ന് ബ്രേക്ക് തന്നിട്ടുണ്ട്, അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അവിടുന്ന് താഴ്ത്തിറങ്ങി. ഇപ്പം മാർക്കറ്റ് ആ ഒരു ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 24,836 ബ്രേക്ക് ഔട്ട് പോയി. അപ്പോൾ അവിടുന്ന് നമ്മൾ ആക്ച്വലി ഇന്ത മണി പ്രകാരം 25,000 എടുത്തതാണ്. അവിടുന്ന് ആ സമയത്ത് സോഫ്റ്റ് ബൈ തന്നിട്ടുണ്ട്. ബൈ തന്ന് ബാക്ക് അടിച്ചതിന് ശേഷം തിരിച്ച് നമുക്ക് ബ്രേക്ക് ഔട്ട് കയറിയത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ്. അവിടുന്ന് നമ്മൾ ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. 253 എടുത്ത പോർഷൻ മോർണിംഗിൽ തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ് 351 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെ മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ലെവലിൽ മാത്രം മതി നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങാൻ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ആക്ച്വലി നിഫ്റ്റിയുടെ ട്രേഡിൽ നമുക്ക് കോൾ ഓപ്ഷനും പിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് ചെറിയൊരു 40 പോയിന്റ്സിൽ നമുക്ക് അപ് ട്രെൻഡിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ലോങ് അപ്പല്ല, നമുക്കൊരു ചെറിയ ട്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ വന്ന സിഗ്നലുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സെല്ല് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന ബൈ സിഗ്നലുകളൊക്കെ ചെറിയ മാർക്കറ്റ് റിവേഴ്സിൽ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്ന സിഗ്നൽ നമുക്ക് കൺഫ്യൂസിങ് ആയി. പിന്നെ 2 മണിക്ക് ശേഷം മാർക്കറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. സിഗ്നൽ വരികയാണെങ്കിൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അതായത് ഒരു ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ പ്രൈസ് ആൻഡ് സെൽസ് ആണ്. ഇത് വന്നതിന് ശേഷം സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി താഴെ ബൈ ഉണ്ട്, അപ്പം ബൈ സോൺ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് സെല്ല് വന്നു, സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എടുത്ത് മിസ്സായെങ്കിൽ നെക്സ്റ്റ് പുൾ ബാക്ക് അടിച്ചതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് പിന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാമായിരുന്നു. അവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ആ പോർഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആക്ച്വലി പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു എൻട്രി നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബാക്ക് ട്രേഡ് എടുത്തപ്പോൾ ഇവിടുന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ ആ ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു എൻട്രിയാണ് പോയത്. അപ്പോൾ ഈ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അല്ലെങ്കിൽ 1 അവറിനുള്ളിൽ നമുക്കൊരു പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് 1 മിനിറ്റ് ചാർട്ടിനുള്ളിൽ നമുക്ക് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രീമിയം ചാർട്ട് നമ്മുടെ ഇതിനകത്ത് വ്യൂവിൽ സിമ്പിൾസ് ഇപ്പോൾ കഴിഞ്ഞ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇത്രയും എക്സിറ്റ് ചെയ്യാനുള്ള പോയിന്റ് നമുക്ക് മനസ്സിലാക്കുന്ന ട്രെൻഡ് ലൈനിലൂടെയും കൺഫർമേഷൻ ബാറിലൂടെയും പിന്നെ നമുക്ക് ആക്ച്വലി കളർ ചേഞ്ച് ബ്ലൂ, ഓറഞ്ച്, ഹോളോ ക്യാൻഡിൽസ്, വൈറ്റ് എക്സ്ട്രാ കളേഴ്സ് വരുന്ന സൈഡ് വേസ് ആണ് ഇവിടെ ട്രെൻഡ് വരികയില്ല. അപ്പോൾ തിരിച്ചിറങ്ങുന്ന ബാക്ക് ഇറങ്ങുന്ന പോർഷൻ നമുക്ക് പുൾ ബാക്ക്, അതായത് നല്ല മാർക്കറ്റ് അടിച്ചു കയറുന്ന സെക്ഷനാണ്. നമുക്ക് ആ ട്രെൻഡ് ലൈൻ വൈസ് തിരിച്ച് ബാക്ക് ഇറങ്ങുന്ന പോർഷൻ എക്സിറ്റ് ചെയ്ത് വിടാം. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ബാർ ചേഞ്ച് ആവുന്നവരെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം ഗ്രീൻ ആണ്, ബൈ തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ടെന്ന് സോഫ്റ്റ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കളർ ചേഞ്ചസ് അവിടെ കാണിച്ചു
കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ തിരിഞ്ഞ് ഇപ്പോൾ പ്രോഫിറ്റ് ലെവൽ കുറച്ച് നമുക്ക് കയറി നിൽക്കുകയാണ്, മാർക്കറ്റ് തിരിച്ചടിച്ചിറങ്ങുന്നു എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഹോൾഡ് ചെയ്ത് ധൈര്യമായിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ആ ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടുന്ന് ഒരു പോയ പോർഷൻ ഇപ്പോഴും ബൈ കയറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലൊരു ബ്രേക്കൗട്ടാണ് ലാസ്റ്റ് പോയത്. ഓക്കെ, ഈസി ആയിട്ട് 1 മിനിറ്റിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ലൈവ് ഡെമോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.